സമൂസ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോസിലൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം ഇരിപ്പുണ്ട്, ഇത് ഞങ്ങൾ ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ആവശ്യം എപ്പോഴാന്ന് വെച്ചാൽ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് മലയാളി വൈബ്സ്. സോ ഇന്ന് 2026 ജാനുവരി 1 ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വ്ളോഗ് ചെയ്യുകയാണ്. സോ അതിൻ്റെ അകത്ത് കുറേ തെറ്റുകളൊക്കെ സംഭവിക്കാം. ആദ്യത്തെ വീഡിയോ അല്ലേ, ഇതുവരെ ഞാൻ വീഡിയോസൊന്നും ഇങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയംഗമായ ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊള്ളുന്നു. സോ എൻ്റെ പേര് ആൽഫി. ഞാനിവിടെ US സാൻ ആന്റോണിയോ ടെക്സസിലാണ്. ഇവിടെ വന്നിട്ട് ഒരു 16 വർഷമായി അല്ലേ, 16 വർഷം ആയി. എന്നിട്ട് ഇപ്പോൾ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ഇതെൻ്റെ അമ്മ ജോളി. ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ ഓരോ വീഡിയോസിലും ഞങ്ങൾ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ചിലർ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമ്മയാണെങ്കിൽ ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ നമ്മൾ സമൂസ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗും കൂടെ എടുക്കാമെന്നാണ് വിചാരിച്ചതും. അമ്മ ഇങ്ങനെ പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്തിട്ട്, പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ മാഷ് ചെയ്തിട്ട് ചെറിയ ചെറിയ സമൂസകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അനിയത്തി നാട്ടിൽ പോയിരിക്കുകയായിരുന്നു ഒരു 2-3 വീക്സിലേക്ക്. അവൾ ഖത്തറിൽ കൂടെയാണ് നാട്ടിൽ പോയത്. അപ്പോൾ ഖത്തറിൽ അവളുടെ കുറച്ച് കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞായിരുന്നു കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരണമെന്ന്. ഇവിടെയും കിറ്റ്കാറ്റൊക്കെ കിട്ടും, എന്നാലും മിഡിൽ ഈസ്റ്റിലെ കിറ്റ്കാറ്റിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കാരണം അവിടുന്ന് കുറച്ച് കിറ്റ്കാറ്റ് കൊണ്ടുവന്നു. പിന്നെ അതേപോലെ തന്നെ മക്കൻടോഷിൻ്റെ ക്വാളിറ്റി സ്ട്രീറ്റ് ചോക്ലേറ്റ്, നമ്മുടെ പണ്ടത്തെ ചൈൽഡ്ഹുഡ് ഓർമ്മ. അപ്പോൾ നാട്ടിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എൻ്റെ അങ്കിളും ആൻറ്റിമാരും ഒക്കെ വരുമ്പോൾ അവരിങ്ങനെ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ചോക്ലേറ്റ് കൊണ്ടുവരുമായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു. അതേപോലെ തന്നെ അവൾ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കുറേ ബുക്സൊക്കെ എനിക്ക് കൊണ്ടു തന്നു. അതിൽ 2 ബുക്സ് എനിക്ക് തിരിച്ചു കൊടുക്കണം, പക്ഷേ 2 ബുക്സ് ഞാനിപ്പോൾ എടുത്തേക്കുകയാണ്. ഒരു ബുക്കിൻ്റെ പേര് ആ മരത്തെയും മറന്നു ഞാൻ, KR മീര എഴുതിയാണ്. പിന്നെ രണ്ടാമത്തെ മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി. ഇത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ല. സമൂസയെല്ലാം ഞാൻ തിരിച്ചിട്ടിപ്പം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി 2 മിനിറ്റിനകം നമുക്ക് സമൂസ അത് കോരിയെടുക്കാം. വീണ്ടും അടുത്തതിടാം. പിന്നീട് എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ഇതേ ഉള്ളൂ, ഒട്ടും പാടില്ല. നമുക്ക് അതിൻ്റെ ഷീറ്റ് വേണം. പിന്നെ അതിനകത്ത് മാവ്, മസാല, പൊട്ടറ്റോയും ക്യാരറ്റും നമ്മുടെ വീട്ടിലെന്തോ അവരവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഐറ്റംസ് ചേർത്ത് അതിൻ്റെ മസാല ഉണ്ടാക്കി വെച്ച് ഇതുപോലെ ഇതുണ്ടാക്കി അതിനകത്ത് ചെയ്താൽ മതി. ഇത് കരിഞ്ഞു പോകും, ഞാൻ എടുക്കട്ടെ. മോളൊന്ന് കഴിച്ച് നോക്കിക്കുക എങ്ങനെ ഉണ്ടെന്ന്. കഴിക്കാം മമ്മി, ചൂട് മാറട്ടെ. നല്ല ക്രിസ്പി സമൂസ. ഇനി അടുത്തതിടും. എളുപ്പമാണ് സമൂസ. എണ്ണയ്ക്കകത്തോട്ടിട്ടാൽ 5 മിനിറ്റ് വേണ്ട അത് റെഡിയായി കിട്ടാൻ. നമുക്ക് എപ്പം വേണേലും ഗസ്റ്റ് വരുന്നെന്ന് കണ്ടാൽ ഉടനെ ഇത് ഷീറ്റ് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ മൈദ എടുത്ത് അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കണം. പിന്നീട് ഇത് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി, കേടാകത്തില്ല. ഷീറ്റ് ഉണ്ടാക്കി നേരത്തെ വെച്ചിരുന്നാൽ പിന്നെ എളുപ്പം 5 മിനിറ്റും കൊണ്ട് നമുക്ക് ആ മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കി ആ സമയത്തേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണയിലിട്ടാൽ നമുക്ക് എളുപ്പം അത് പൊരിയെടുക്കാവുന്നതാണ്. അതോടെ ഏറ്റവും നല്ല സമൂസ, ചൂട് സമൂസ
ഗസ്റ്റ് വരുന്നുണ്ടെ കൊടുക്കാം, അവർക്കും ഹാപ്പിയാകും, നമുക്കും ഹാപ്പിയാകും. ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യലാണ് നമ്മുടെ സമൂസ. അങ്ങനെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് സ്നാക്കിലൊന്നാണ് സമൂസ. അമ്മയ്ക്ക് പപ്സും ജിലേബിയോ അല്ലെങ്കിൽ കട്ട്ലേറ്റോ എന്ത് കൊടുത്താലും ഇഷ്ടമല്ല, ഇഷ്ടമാണ്. പക്ഷെ സമൂസ എന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് 2 നീസുണ്ട്, നീയാന്നും ഈവാന്നും പേര്. അവരെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം നീയയുടെ ഫേവറേറ്റ് ഇത് സമൂസയാണ്. സമൂസ എന്ന് കേട്ട് കഴിഞ്ഞാൽ അവൾ പിന്നെ ഇവിടെ നിലത്തൊന്നും അല്ല. ഭയങ്കര എളുപ്പമാണ് ഇത് ശരിക്കും ഉണ്ടാക്കാൻ. ശരിക്കും ഇത് ഇച്ചിരി പൊട്ടറ്റോയും ക്യാരറ്റും നമ്മൾ ഒനിയനും പിന്നെ കുറച്ച് സ്പൈസസ്, നമുക്ക് ഇഷ്ടമുള്ള എന്താ സ്പൈസ്, ഗരം മസാല അങ്ങനെ എന്തെങ്കിലും സ്പൈസസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് സ്മാഷ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അത് കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അധികം നേരം കുക്ക് ചെയ്യണം എന്നല്ല, ഒന്ന് ജസ്റ്റ് പുറം ഒന്ന്, ഇത് ഓൾറെഡി ഫില്ലിങ് ഓൾറെഡി കുക്ക്ഡ് ആയത് കാരണം ഈ പുറം ഒന്ന് ഇതിൻ്റെ ഔട്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ജസ്റ്റ് ലൈക്ക് 5 minutes ഫ്രൈ ചെയ്താൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് ഐറ്റം കൊടുക്കാം. അതേപോലെ തന്നെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമൂസ നമുക്ക് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു 3-4 മാസമൊക്കെ കേടാകാതിരിക്കാം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. അത് പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്നാക്കായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കും. ഇത് ഞാനിപ്പം കോരുവാണ്. കോരി കഴിഞ്ഞേച്ച് നമുക്കിനിയും ഈ ബാക്കിയുള്ള സമൂസ എടുത്ത് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ആ ക്രിസ്മസ് ട്രീയെ ഇന്ന് അത് മാറ്റണം. വെരി ഗുഡ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ അവിടെ ഉണ്ട്. അത് നമ്മൾ സാധാരണ ക്രിസ്മസ് ട്രീ ആണെങ്കിലും ഡിസംബർ ആക്ച്വലി താങ്ക്സ്ഗിവിംഗ് നവംബർ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ്. ആ തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ക്രിസ്മസ് ട്രീ അവിടെ നമ്മൾ ഹാങ് ചെയ്യും. അങ്ങനെ ഇപ്പം ജാനുവരി 1 ആയില്ലേ, അപ്പോൾ ഇന്ന് രാത്രി ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ജോബ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് മാറ്റുക. അതോടുകൂടി ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതിപ്പോൾ ഇത്രയും മതിയല്ലോ. ഇതിപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നാളെയോ ഗസ്റ്റൊക്കെ വരുന്നതിനടുത്ത്. ഓക്കെ. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും സമോസ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഇത്രയും കൂടി ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾ ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ആവശ്യം എപ്പോഴാന്ന് വെച്ചാൽ അന്നേരം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ.